എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ഗുരുസ് 24/7 പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് ചർച്ച ചെയ്ത് പഴകിയ ഒരു വിഷയമാണ്. അത് സംബന്ധിച്ച് ഒരു വീഡിയോ ഒന്നും വേണ്ട, കൂടുതൽ സംസാരമൊന്നും വേണ്ട എന്ന് ഞാൻ കരുതിയിരുന്നതാണ്. ഏറ്റുമാനൂർ കൊല്ലപ്പെട്ട എന്ന് തന്നെ ഞാൻ പറയും. ഷൈനിയും 2 കുഞ്ഞുങ്ങളും ട്രെയിനിന് മുമ്പ് ചാടി ആത്മഹത്യ ചെയ്തതാണ്. പക്ഷെ അത് ഒരാത്മഹത്യ എന്നതിലുപരി അതിലേക്ക് നയിക്കപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ അതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അത് വളരെ ദാരുണമായ ഒരു സംഭവമായി എന്നതിൽ ആർക്കും തർക്കമില്ല. ഇവിടെ തർക്കമുണ്ടായിരിക്കുന്നത് ഇതിന് ഉത്തരവാദി ആരെ എന്നുള്ളതിലാണ്. തീർച്ചയായും ചിലരൊക്കെ, ഒരു പറ്റം ആൾക്കാർ സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ മീഡിയയും നമ്മുടെ വിഷ്വൽ മീഡിയാസും ഒക്കെ കടന്നാക്രമണം നടത്തിയിരിക്കുന്നത് 2 പേരെ മാത്രം പ്രതികളാക്കിയാണ്. ഒന്ന് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റൽ, 2 ഇവരുടെ ഭർത്താവ് നോബിയുടെ സഹോദരൻ ഫാദർ ബോബി. ബാക്കി പ്രതികൾ അല്ലെങ്കിൽ ഇതിലേക്ക് ഇവരെ നയിച്ച ആരെക്കുറിച്ചും പ്രത്യേകിച്ചൊന്നും ഇവർ സംസാരിച്ച് കാണുന്നില്ല. ഇതിലാണ് എനിക്ക് വിയോജിപ്പുള്ളത്. ഈ വിയോജിപ്പിനോട് വിയോജിപ്പുള്ളവരുണ്ടാവാം, എന്നെ ചീത്ത പറയുന്നവരുണ്ടാവാം. പക്ഷെ നമ്മൾ സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം അതിൻ്റെ ബോധത്തോടെ ഉൾക്കൊണ്ടാൽ മതിയാവും. അവരുടെ ഭർത്താവ് നോബിയെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. വളരെ നല്ല കാര്യം. എൻ്റെ അഭിപ്രായത്തിൽ അയാൾ ഒരിക്കലും വെളിയിൽ വരരുത്, തൂക്കിക്കൊല്ലരുത്. കാരണം മരണം കൊണ്ടതങ്ങ് തീരും. പക്ഷെ ഇയാൾ ജയിലിൽ കിടന്ന്, ആജീവനാന്തം ജയിലിൽ കിടന്ന് ഇയാൾ ഇത് ഓർത്ത് മനസ്സ് നരകിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. മറ്റൊന്ന്, ഇയാളുടെ സഹോദരൻ ഒരു വൈദികനാണ്, ജ്ഞാനായ സമുദായത്തിലെ വൈദികനാണ്. അതിൽ സഭയും സമുദായത്തിനൊന്നും പ്രസക്തിയില്ല. ഈ വൈദികൻ ഇതിൽ ഗുരുതരമായ ഇടപെടലുകൾ, വീഴ്ച സംഭവിക്കത്തക്ക രീതിയിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ ഉണ്ടാകണം. രാജ്യം അനുശാസിക്കുന്ന നിയമ നടപടികൾ ഉണ്ടാകണം. സഭാപരമായ നിയമ നടപടികളെ കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. ഉണ്ടാകാതിരിക്കുകയോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് ഒരു ഗുരുതരമായ അവസ്ഥ ഉണ്ടാകുന്നതിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷാർഹനാണ്. അതവിടെ നിൽക്കട്ടെ. ഈ ഒരു വൈദികന്റെ പേരിൽ കത്തോലിക്ക സഭയെയും വൈദികരെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ സമൂഹത്തിലും എല്ലാ മതങ്ങളിലും വൈദികർക്ക് തുല്യമായ സ്ഥാനം വഹിക്കുന്നവരുണ്ട്, ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലും എല്ലാം. പക്ഷെ ഇങ്ങോട്ടൊന്നും ഇത്ര ശക്തമായ ഒരു കടന്നാക്രമണം നടത്തി കാണുന്നില്ല. അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഫലമുള്ള മാവില് കല്ലെറിഞ്ഞാലേ മാങ്ങ കിട്ടൂ എന്നുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. മദ്രസ പീഡനങ്ങളുടെ ഘോഷയാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഇതേവരെ ഏതെങ്കിലും ഒരു പത്രത്തിന്റെ ഒരു കോളം 8 സെന്റിമീറ്റർ വാർത്തയിൽ ഒതുങ്ങിയാൽ ഒതുങ്ങി എന്നുള്ളതുള്ളൂ. പക്ഷെ അത് വളരെ ഗുരുതരമായ ഒരു സാമൂഹിക വിപത്താണെന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ ആരും ബോധവൽക്കരിച്ചിട്ടില്ല. പണ്ട് നമ്മുടെ ഒരു സ്വാമിയുടെ ജനനേന്ദ്രിയം ഒരു പെങ്കൊച്ച് കണ്ടിച്ചു കളഞ്ഞു. അതിന്റെ പേരിൽ സ്വാമിമാര് മുഴുവനും ഇത്തരക്കാരാണോ? അതുകൊണ്ട് ഹൈന്ദവ സംസ്കാരത്തെ, സനാതന ധർമ്മത്തെയൊക്കെ നമ്മൾ തള്ളി പറയണം. ഒരു വൈദികൻ ചെയ്തെങ്കിൽ ശിക്ഷ അയാൾക്ക് കിട്ടിയേ തീരും. ഇതൊന്നും നമുക്കറിയില്ല. ഇതെല്ലാം യൂട്യൂബ് വിചക്ഷണന്മാരുടെ നിഗമനങ്ങളും കണ്ടെത്തലുകളും മാത്രമാണ്. രണ്ടാമത് ഇവർ പ്രതിയായിട്ട് കാണുന്നത് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിനെയാണ്. അവിടെ ജോലിക്ക് അപേക്ഷിച്ചിട്ട് നൽകിയില്ല എന്നാണ് പറയുന്നത്. എല്ലാ വിശ്വാസികൾക്കും ജോലി നൽകുവാൻ ഒരു സ്ഥാപനത്തിനും പറ്റില്ല. ഇസ്ലാം മത വിശ്വാസികൾക്കെല്ലാം ജോലി നൽകാൻ ഇസ്ലാമിക സ്ഥാപനങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഹൈന്ദവ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ജോലി നൽകുവാൻ ഹൈന്ദവ സ്ഥാപനങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഇതൊരു ഹോസ്പിറ്റലാണ്. 12 വർഷത്തോളം ഇവർ ഈ മെഡിക്കൽ ഫീൽഡിൽ നിന്ന് വിട്ടു നിന്ന ഒരു സ്ത്രീയാണ്. ഹോസ്പിറ്റലിലെ ഉറപ്പുണ്ടായിരുന്നവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി നൽകാമെന്നുണ്ട്. ഈ 12 വർഷത്തിനിടയിൽ മെഡിക്കൽ രംഗത്ത് സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. അതൊക്കെ ഒന്ന് ഉൾക്കൊള്ളാനുള്ള സാവകാശമാണ്. അവരോട് ചോദിച്ചതല്ലെന്നുണ്ടെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് കയറുക, കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരിത്താസ് ഹോസ്പിറ്റലിന്റെ ഔദ്യോഗിക വിശദീകരണം അത് സംബന്ധിച്ചുണ്ടായിരുന്നു. എവിടെയാണ് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ജോലി ലഭിക്കുക? അതും ഈ ആതുര സേവന രംഗത്ത്, രോഗി ശുശ്രൂഷ മേഖലയിൽ, ചികിത്സാ രംഗത്ത് പ്രാവീണ്യമില്ലാത്തവർക്ക് ചെന്ന് കയറുമ്പോഴേ നഴ്സിംഗ് സൂപ്രണ്ടായിട്ടൊന്നും ജോലി കൊടുക്കാൻ പറ്റില്ല. അവർ വിട്ടു നിന്ന കാലഘട്ടത്തിൽ ഈ മേഖലയിലുണ്ടായ വളർച്ച അവരെന്തായാലും ഉൾക്കൊണ്ടിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ റിസ്ക് എടുക്കാൻ ഹോസ്പിറ്റലിന് തയ്യാറാവാൻ പറ്റില്ല. അവരുടെ കൈപ്പിഴ കൊണ്ടുണ്ടാകുന്ന ഒരു തെറ്റിനും വഴി കേൾക്കേണ്ടതും കല്ലേറ് വാങ്ങേണ്ടതും എല്ലാം ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തന്നെയാവും. അപ്പോൾ ഈ ഷൈനി എന്ന് പറയുന്ന ഈ യുവതിക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്നവരാരും ഒന്നും ഉണ്ടാവില്ല.
ഇനി നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ പോലീസ് ഈ പറഞ്ഞ നോബി അവരുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തു. പക്ഷേ ഈ ഒരു കേസല്ല, ഇതിനു മുൻപ് പല കേസുകൾ ഇയാൾക്കെതിരെ നൽകിയിട്ടും ഉചിതമായ നടപടി എടുക്കാതിരുന്ന പോലീസല്ല ഇതിലെ പ്രധാന കുറ്റക്കാരൻ. ആർക്കും ആ ഒരു കാര്യത്തിൽ ഒരു പരാമർശം നടത്തിയത് ഞാൻ ഇതുവരെ കണ്ടില്ല. പക്ഷെ അവിടെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നിരവധി ആരോപണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഈ കേസുകളിൽ ഒന്നിലും പോലീസ് കൃത്യമായ നടപടി എടുത്തിരുന്നെങ്കിൽ, ഇപ്പോൾ കാണിക്കുന്ന ഈ ചൂടും ചൂരും അപ്പോൾ കാണിച്ചിരുന്നെങ്കിൽ, കൃത്യമായ നടപടി ഇയാൾക്കെതിരെ എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ അമ്മയും മാലാഹമാർ പോലത്തെ 2 കുഞ്ഞുങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയി പോകുമായിരുന്നു. അവൻ എന്തായാലും ഒരു രാക്ഷസനാണ്, ഇവരുടെ ഭർത്താവ് നോബി എന്ന് പറയുന്നയാള്. 2 കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള കേസ് നടക്കുന്നുണ്ട്. കാരണം അവരുടെ ശബ്ദസന്ദേശം നമ്മൾ കേൾക്കുന്നുണ്ട്. അടുത്ത അവധി ഏപ്രിൽ 9-നോ 7-നോ മറ്റോ ആണ്. അന്നേരം വരുമോ ഇല്ലയോ അറിയില്ല എന്നൊക്കെ. ഇവരുടെ ഈ അവസ്ഥ കണ്ടിട്ട്, അമ്മയും 2 കുഞ്ഞുങ്ങളുമാണെന്ന് കണ്ടിട്ട്, ഇവർക്ക് ചെലവിന് കൊടുക്കാനുള്ള തീരുമാനം എത്രയും പെട്ടെന്ന് നടപ്പാക്കാനും ഇയാൾ കോടതിയിൽ ഹാജരായിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇയാളെ ഹാജരാക്കുന്നതിനും ഒക്കെയുള്ള നടപടി നീതിപീഠത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതായിരുന്നില്ലേ? അപ്പോൾ നീതിപീഠം കുറ്റക്കാരല്ലേ? അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. അടുത്തത് ഷൈനയുടെ വീട്ടുകാരെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഏതോ ഒരു മീഡിയയിൽ ഷൈനയുടെ പിതാവ് പറയുന്നുണ്ട്, ഞാൻ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്താണ് അവളെ കെട്ടിച്ചു വിട്ടതെന്ന്. കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു, കെട്ടിച്ചു വിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാരം ഇറക്കി വെച്ചു എന്നുള്ളതാണോ അർത്ഥമാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പെൺകുട്ടികൾ ഒരിക്കലും ഭാരമായി കാണുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. ജീവിതത്തിന്റെ അങ്ങേയറ്റം വരെ മക്കളെപ്പോഴും മക്കൾ തന്നെയാണ്. ഒരു പക്ഷേ കല്യാണം കഴിച്ച് വിട്ട ഒരു പെൺകുട്ടി 2 പെൺമക്കളുമായി സ്വന്തം ഭവനത്തിൽ വന്ന് നിൽക്കുമ്പോൾ അത് തങ്ങൾക്കൊരു ഭാരമാകുമെന്ന് ആ വീട്ടുകാർ ചിന്തിച്ചിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു കുത്തുവാക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? പെട്ടെന്ന് എടുത്തിയാട്ടത്തിൽ 9 മാസം അവിടെ ഒരു കുഴപ്പവും കൂടാതെ ജീവിച്ച ഒരു സ്ത്രീ ഒരു രാത്രി പെട്ടെന്ന് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ വയ്യ. ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ വയ്യ. അപ്പോൾ ഇതൊന്നുമല്ല കാര്യം. കിട്ടിയ ഒരു അവസരത്തിൽ ഒരു കത്തോലിക്ക സഭയെയും വൈദികരെയും എങ്ങനെ താറടിച്ച് കാണിക്കണം, എന്തെല്ലാം വലിച്ചു കീറണം എന്നൊക്കെയുള്ളത് മാത്രമായിരുന്നു ഇതിന് പുറകിലുള്ള ഉദ്ദേശ ലക്ഷ്യം. ജോലിക്ക് അപേക്ഷിക്കാനാണെങ്കിൽ കാരിത്താസ് ഹോസ്പിറ്റൽ മാത്രമേ കോട്ടയത്തുള്ളൂ, അല്ലെങ്കിൽ പരിസര പ്രദേശത്തുള്ളൂ. ഏറ്റുമാനൂർ സ്വദേശിയാണ്. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കോട്ടയം ടൗണിൽ തന്നെ എത്രയോ ഹോസ്പിറ്റലുകളുണ്ട്. ഇവിടേക്ക് ഇവർ അപേക്ഷിച്ചിട്ടുണ്ടാവില്ലേ? അവിടെ ജോലി കൊടുക്കാത്ത ഈ ഓരോ ഹോസ്പിറ്റലുകാരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഇല്ലാതെ പ്രതികളാവണ്ടേ? കാരിത്താസ് ഹോസ്പിറ്റൽ മാത്രമേ ഇവർ ജോലിക്ക് അപേക്ഷിച്ചിട്ടുള്ളൂ. പിന്നെ അവരുടെ സംസാരത്തിൽ തന്നെയാണ് അവർ അമേരിക്കയ്ക്ക് പോകാനുള്ള എന്തോ ടെസ്റ്റ് എഴുതാൻ ശ്രമിക്കുകയോ മറ്റെന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അവരതിന്റെ ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും വീഴ്ചകൾ വന്നതിന്റെ നിരാശയാണോ എന്ന് നമുക്കറിയില്ല. ഇതിനൊക്കെ പിറകിൽ അറിയാവുന്ന 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഷൈനി, 2 മക്കളും. അവർ 3 പേരും ഇവിടെ ഇല്ല. സഭ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ അവർ നൽകിയിട്ടുള്ള എല്ലാ സംഭാവനകളും മറന്നുകൊണ്ട്, ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന എല്ലാ സംഭാവനകളും മറന്നുകൊണ്ട് ഇങ്ങനെ കല്ലെറിയുന്നത് കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നി. സഭയെ കല്ലെറിയാനുള്ള വാർത്തകളും മറ്റും വരുമ്പോൾ ഒരു ഇച്ചിരി ഇൽക്കിളിയൊക്കെ കൂടെ അങ്ങോട്ട് തള്ളി ചേർക്കാം എന്നുണ്ടെങ്കിൽ വളരെ വ്യൂ കിട്ടും, വാർത്താക്ഷമത ഉണ്ടാവും അതിന്. അതുകൊണ്ട് ഇപ്പോഴും ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഷൈനി എന്ന സ്ത്രീയോടും അവരുടെ പെൺകുട്ടികളോടും ഉള്ള എല്ലാ സഹതാപത്തോടെയും അവരുടെ ഭർത്താവായ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിച്ച ഭർത്താവ് എന്ന് വിളിക്കപ്പെടുന്ന നോബി എന്ന് പറയുന്ന ആ ഭീകരന് അവൻ അർഹിക്കുന്ന കഠിനമായ ശിക്ഷ തന്നെ അവന് ലഭിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പറയട്ടെ, ഇതിൽ സഭ നിരപരാധി തന്നെയാണ്. പിന്നെ വൈദികന്റെ കാര്യം, ഭർത്താവിന്റെ അനുജന്റെ കാര്യം, അത് കോടതിക്ക് മുമ്പിൽ എന്തെങ്കിലും തെളിവുകൾ വരുന്നുണ്ടെങ്കിൽ കോടതി തീരുമാനിക്കട്ടെ. കാരണം തന്നെ തീരുമാനിക്കാനായിട്ട് ഇത് ശരീഅത്ത് നിയമത്തിന്റെ രാജ്യമൊന്നുമല്ല. ഇവിടെ പരമാധികാരവും അന്തിമമായ വാക്കും നമ്മുടെ ഭരണഘടനയ്ക്കും അതനുശാസിക്കുന്ന, അതനുസരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ നിയമ സംവിധാനത്തിനുമാണ്. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവട്ടെ. ഈ നോബിയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ആ വൈദികർ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് വെളിപ്പെട്ടേക്കാം. അപ്പൊ അതനുസരിച്ച് അദ്ദേഹത്തിനെതിരെ നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് കരുതി ഇപ്പോഴും 100% ഉറപ്പിച്ച് പറയുന്നു, സഭ ഇക്കാര്യത്തിൽ നിരപരാധി തന്നെയാണ്. അങ്ങനെയെങ്കിൽ അപരാധികളായവർ ആരൊക്കെയാവാം? പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഉചിതമായ നടപടി എടുക്കുകയോ ഇയാൾക്കെതിരെ ക്രിമിനൽ കേസ് എടുത്ത് അന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുകയോ ചെയ്തില്ല, കോടതിയിൽ ഹാജരാക്കിയില്ല. അത് പോലീസിന്റെ ഭാഗത്തെ വീഴ്ചയാണ്.
ഇവർക്ക് ചെലവിന് കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നടപടികൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. 2, 3 ഇവർ കേസ് കൊടുത്തപ്പോഴൊക്കെ ഷൈനി പീഡനം സഹിക്കാൻ വയ്യാതെ കേസ് കൊടുത്തപ്പോഴൊക്കെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയക്കാർ ഈ ലോബിയുടെ സ്വാധീനത്തിന് വഴങ്ങി സ്റ്റേഷനിൽ വക്കാലത്തിന് ചെന്നിട്ടുണ്ടെങ്കിൽ അവരും ഇതിനകത്ത് കുറ്റവാളികളാണ്. ഈ പറഞ്ഞതുപോലെ ഷൈനയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും മകളെ കെട്ടിച്ചു വിട്ടുകഴിഞ്ഞ് ഉത്തരവാദിത്വം ഒഴിഞ്ഞു എന്നല്ല കാണേണ്ടത്. അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മോശമായിട്ട് എന്തെങ്കിലും കുത്തുവാക്കുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ട്. അല്ലാതെ കാരിത്താസ് ഹോസ്പിറ്റൽ ഒരു ജോലി കൊടുത്തില്ല എന്നതിന്റെ പേരിലല്ല ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരിത്താസ് ഹോസ്പിറ്റൽ ജോലി കൊടുക്കാത്തതിന്റെ പേരിലല്ല ഇവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. കത്തോലിക്ക സഭയല്ല ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. കത്തോലിക്ക സഭയല്ല ഇവനെ ബലമായിട്ട് ഇവന്റെ വായിലേക്ക് മദ്യം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം സഭയെ ഒഴിവാക്കി ഇതിന്റെ യഥാർത്ഥ കാരണക്കാരെ, ഉത്തരവാദികളെ നിയമത്തിന് മുമ്പിൽ എത്തിക്കുവാനും ഉചിതമായ ശിക്ഷ മേടിച്ചു കൊടുക്കുവാനും നമ്മുടെ നിയമ സംവിധാനത്തിന് കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തട്ടെ. മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.